അസ്സലാമു അലൈക്കും, നമസ്കാരം എവ്രിവൺ. ഞാൻ ഇപ്പോൾ ഉള്ളത് കന്യാകുമാരി ബസ് സ്റ്റാൻഡിലാണ്. കന്യാകുമാരി നിന്ന് ഗൂഡല്ലൂർ വരെ പോകുന്ന SCTC ബസ്സിൻ്റെ ഒരു യാത്ര നടത്താൻ പോവുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 4:15 കന്യാകുമാരി ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന ബസ് പിറ്റേ ദിവസം രാവിലെ 8 മണി 8 9 മണി ആ സമയമാകുമ്പോഴത്തേക്ക് ഗൂഡല്ലൂർ എത്തുന്നൊരു ബസ്സുണ്ട്. ആ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ സമയം 4 മണി 3:30 ഒക്കെ ആവുന്നുള്ളൂ. കറക്റ്റ് 4 മണിയാകുമ്പോൾ ഇവിടെ വരും ആ ബസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കയറിയിട്ട് തന്നെ പോകും. ഇത് കന്യാകുമാരി ബസ് സ്റ്റേഷനാണ്. അത്ര നീറ്റല്ലാത്ത വൃത്തിയില്ലാത്തൊരു ബസ് സ്റ്റാൻഡാണ്. ഇപ്പോഴാണ് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിരിക്കാൻ തുടങ്ങിയത്. വൈകുന്നേര സമയത്താണ് ഇവിടെ കുറച്ച് ബസ്സുകളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ അങ്ങനെ ആരുമില്ലാണ്ട് അങ്ങനെ അനാഥമായിട്ട് കിടക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. ഇപ്പോൾ വൈകുന്നേര സമയത്ത് ഇവിടുന്ന് ഒരുപാട് ലോങ് സർവീസ് ഉണ്ട്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ വൈകുന്നേര സമയത്ത് ഇവിടുന്ന് രാമേശ്വരം അങ്ങനെ കുറേ ലോങ് ബസ്സുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് വൈകുന്നേര സമയത്താണ്. ആ കൂട്ടത്തിൽ ഗൂഡല്ലൂരിലേക്ക് പോകുന്നൊരു ബസ്സും ഉണ്ടാവും. അല്ലാത്ത പകൽ സമയങ്ങളിലൊക്കെ ഇവിടെ സാധാ ചെറിയ ലോക്കൽ ബസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ബസ്സിനൊന്ന് യാത്ര ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ബസ് വന്നാലുടനെ നമുക്ക് കയറാം. ടിക്കറ്റൊക്കെ ഞാൻ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കന്യാകുമാരി ടു രാമേശ്വരം പോകുന്ന ബസ്സാണിത്. AC ബസ്സാണ്. ബസ് ഇവിടെ അധിക യാത്രികരും നോർത്ത് ഇന്ത്യൻസാണ്. ഇവിടെ ഈ കന്യാകുമാരി ആയാലും ശരി രാമേശ്വരം ആയാലും ശരി ഇവിടെ വരുന്ന അധിക യാത്രികരും പിന്നെ നോർത്ത് ഇന്ത്യൻസാണ്. അതുകൊണ്ട് അത് കണക്റ്റിംഗ് ബസ്സുകൾ കുറേ ഉണ്ടാവും. അല്ലാത്തവർ വളരെ കുറവാണ്. കന്യാകുമാരി ബസ് സ്റ്റാൻഡ് കെട്ടിടമൊക്കെ കൊള്ളാട്ടോ. നല്ല ബസ് സ്റ്റാൻഡ് കെട്ടിടമൊക്കെയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കും നല്ല സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒട്ടും തന്നെ മൈൻറ്റൻസ് ഇല്ലെങ്കിൽ ഇത് എന്താ കണ്ടീഷൻ ആവുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇവിടുത്തെ ഈ ഒരു ബസ് സ്റ്റാൻഡ്. അങ്ങനെ കെട്ടിയിട്ടിട്ട് വെറുതെ നശിപ്പിച്ച് കളയണ പോലെ. നേരെ മറിച്ച് മലപ്പുറത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയ സമയത്ത് അവിടെ അപ്പോൾ ജില്ലൻ്റെ ഹൃദയഭാഗമായിരുന്നത് പോലെ അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ കാണും. ഒരു ബസ് സ്റ്റാൻഡ് ഇതുപോലെയും കൂടെ ഒരു ബസ് സ്റ്റാൻഡുകളില്ല. പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ വിശേഷങ്ങൾ. ചിലവർ ഇല്ലാതെ കിടക്കുന്നു, ചില ഉള്ള സ്ഥലത്ത് ഇതുപോലത്തെ നല്ല ബസ് സ്റ്റാൻഡ് കിട്ടിയിട്ട് മൈൻറ്റൻസ് ഇല്ല, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ കുറേ ഓരോ നാട്ടിൽ ഓരോ മാതിരി. രാമേശ്വരം AC പോയി. നമ്മുടെ ബസ്സാണെന്ന് തോന്നുന്നത് വന്നുകൊണ്ടിരിക്കുന്നു. ദിസ് ഈസ് അവർ ഗൂഡല്ലൂർ. തന്നെ ഗൂഡല്ലൂരിന് ഇട്ടിട്ടുണ്ട്. സോ ഈ ബസ്സിനാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഗൂഡല്ലൂർ വരെ. TNSTC ബസ്സിലാണ് നമ്മൾ ബസ്. രീതിയിൽ നമുക്ക് പോകാം. ആളൊന്നുമില്ല കേട്ടോ. ഇവിടുന്ന് പോകുന്ന വഴിയിൽ നിന്നായിരിക്കും ചിലപ്പോൾ ആൾ കയറുന്നതിൽ. നമ്മുടെ ബസ്സിലാണ്. ഇതിൽ നമുക്ക് ഗൂഡല്ലൂർ കൃത്യസമയത്ത് തന്നെ 4:15 ബസ് കന്യാകുമാരി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പോൾ ടൗണിലെത്തി. കന്യാകുമാരി പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ പോണത്. നമ്മളെ റൂട്ട് നമ്മളിവിടുന്ന് നെക്സ്റ്റ് നമ്മൾ റീച്ച് ആവേണ്ട ടൗണ് നാഗർകോവിലാണ്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കന്യാകുമാരിയിലേക്ക് വരുന്ന സമയത്ത് നാഗർകോവിൽ വന്നിട്ടാണ് നമ്മളങ്ങോട്ട് വന്നത്. പോകുന്ന സമയത്ത് തിരിച്ച് വീണ്ടും നാഗർകോവിൽ ചെന്ന് നാഗർകോവിൽ, തിരുനെൽവേലി, വിഴിപ്പുറം, മധുരൈ, താരാപുരം, പല്ലടം, കോയമ്പത്തൂർ, ഊട്ടി, അങ്ങനെയാണ് നമ്മുടെ റൂട്ട്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ വൈകുന്നേരം 4:30 എടുത്തെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഗൂഡല്ലൂർ എത്തുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് നൈറ്റ് ജേണി ആയിരിക്കും. കോയമ്പത്തൂർ, മധുരയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ നല്ല മിഡ് നൈറ്റ് ആവും. അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ടുപോകാം. ഇപ്പോൾ ഇവിടുന്ന് നാഗർകോവിൽ എത്തുന്നവരെയുള്ള സ്ഥലങ്ങൾ ഞാൻ വരുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വരുമ്പോഴും കണ്ടതായിരുന്നു. പക്ഷേ നല്ല സീനിക്കായിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പോകുമ്പോൾ ഏതൊക്കെ റൂട്ടിലൂടെയാണ് പോകണമെന്ന് നമുക്ക് നോക്കാം.
ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്യാബിൻ ടൈപ്പ് ആയതുകൊണ്ട് സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ കിട്ടില്ല. നമ്മൾ ഫ്രണ്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഫ്രണ്ടിൽ ക്യാബിനിൽ കയറി നിന്ന് വേണം ഷൂട്ട് ചെയ്യാൻ. നമുക്ക് ഇരുന്നുകൊണ്ട് ഷൂട്ടും രണ്ടും കൂടെ നടക്കില്ല. അതേപോലെ സൈഡ് വ്യൂ ഒക്കെ നമുക്ക് കിട്ടുക. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് കൂടുതൽ ഗ്രാമപ്രദേശങ്ങൾ ആണ്. ഇപ്പോൾ ഈ കന്യാകുമാരി എന്ന് പറഞ്ഞാൽ അത്ര വലിയ സറൗണ്ടിങ് ഏരിയകളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. പോപ്പുലേഷനൊക്കെ വളരെ കമ്മിയാണ്. ഇത് ടൂറിസ്റ്റ് സ്പോട്ടാണെന്നുള്ളതുകൊണ്ട് മാത്രമാണ് അത് ഫേമസ്. ബസ് പുറപ്പെട്ടിട്ട് 15 മിനിറ്റായി. നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് 4:15 ബസ് എടുത്തു. ഇപ്പോൾ ഒരു 15 മിനിറ്റായിട്ട് ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. സാധാരണ തമിഴ്നാട് ഉള്ള ക്ഷേത്രങ്ങളെപ്പോലെ അല്ലാതെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ക്ഷേത്രം പോലെ, മീൻസ് ഒരു മന്ദിർ. അതായത് തമിഴ്നാട് ക്ഷേത്രങ്ങൾക്ക് ഗോപുരം ഉണ്ടാവും, ഇതിന് ഗോപുരങ്ങളില്ലാതെ അങ്ങനെ ഒരു ക്ഷേത്രം. ഞാൻ സീറ്റ് റിസർവേഷൻ ചെയ്തിട്ട് കയറിയത്, പക്ഷേ ബസ്സൊക്കെ കാലിയാണ് കേട്ടോ. ഒത്തിരി ബുക്കിംഗ് ഒന്നും ഇല്ല ഈ ബസ്സിന്. ഇപ്പോൾ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോയമ്പത്തൂർ റൂട്ടിലേക്ക് പോകുന്ന കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ കയറുള്ളൂ. അപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ വിഴുപ്പുരം, മധുര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന പിക്കപ്പ് മാത്രമേ ഉള്ളൂ ഈ ഒരു ബസ്സിന് പ്രധാനമായിട്ട് കളക്ഷനായിട്ട് എന്ന് പറഞ്ഞാൽ. ഞാൻ കണ്ടക്ടർ അന്വേഷിച്ചപ്പോൾ ബുക്കിംഗ് വളരെ കുറവാണെന്ന് വെച്ചാൽ ഞാനൊരാൾ മാത്രമേ കന്യാകുമാരി ടു കൂടുതൽ ഇതിൽ ബുക്ക് ചെയ്തിട്ടുള്ളൂ. നാഗർകോവിൽ എത്തി. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ഡാർക്കാവും, ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ കാര്യപ്പെട്ട കാഴ്ചകളൊന്നും കാണാനും പറ്റില്ല. ബസ്സിൻ്റെ റൂട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം, അത്രേ ഉള്ളൂ. എന്തായാലും നാഗർകോവിലെത്തി. അവിടുന്ന് ഒരു അരമണിക്കൂറായി ബസ് പുറപ്പെട്ട്. അരമണിക്കൂറായി നാഗർകോവിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരുനെൽവേലിയാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അമ്പലം മൈതാനം. നമ്മുടെ ബസ്സിൽ ആൾ കുറവാണ്. എന്നിട്ട് ആൾക്കാരെ വിളിച്ച് കയറ്റുകയാണ് കണ്ടക്ടർ. കാരണം ഇവിടെ ഈ ഭാഗത്തു നിന്നൊക്കെ ലോങ് ട്രിപ്പ് ആ ഊട്ടി കൂടുതലൊരു ഭാഗത്തേക്കൊക്കെ ആൾ കുറവായിരിക്കും തോന്നുന്നു. അതുകൊണ്ട് ആൾക്കാരെ വിളിച്ച് കയറ്റിയാൽ പോകുന്നു. ഈ ലോക്കൽ ബസ്സിൻ്റെ ടിക്കറ്റ് ചാർജിന് തന്നെ ഏകദേശം അഫോർഡബിൾ ആവുന്ന രീതിയിൽ കൊടുത്തിട്ട് വിളിച്ച് പറഞ്ഞിട്ടൊക്കെ കൊണ്ടുപോകുന്നു. നാഗർകോവിൽ ബസ് സ്റ്റാൻഡിനുള്ളിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്ന് വന്നപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ കന്യാകുമാരിക്കുള്ള ബസ് കയറിയത്. അതേ സ്റ്റാൻഡിൽ ഒരിക്കൽ കൂടി നമ്മൾ വന്നു ഒരു റൗണ്ട് അടിക്കാനായിട്ട്. വലിയ ബസ് സ്റ്റാൻഡാണ്, അത്യാവശ്യം ആളുണ്ട് ഇവിടെ. ചെന്നൈ, ബംഗളൂരു, തിരുപ്പതി ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സുകൾ ഇവിടെയൊക്കെയാണ് നിൽക്കാൻ തോന്നുന്നത്.
കോയമ്പത്തൂരിൻ്റെ ട്രാക്കിലേക്ക് നമ്മളൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റ് കുറച്ച് പുറകിൽ വന്നിരുന്നു. നമ്മൾ ഫ്രണ്ടിൽ ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ പോയി ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ക്യാബിന് നിൽക്കണം. പിന്നെ ഡ്രൈവർ കണ്ടക്ടർ അത്ര ഫ്രണ്ട്ലി ആയപ്പോൾ എനിക്ക് തോന്നുന്നില്ല. അവരൊരു റോഡ് പോലെയുള്ളത്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ല, ഈ പരിപാടികളൊന്നും നടക്കില്ല. അപ്പോൾ ഏതായാലും ഞാനിവിടെ പുറകിൽ തന്നെ ഇരുന്നു. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ്സിന് മൊത്തം സ്റ്റിക്കറാണുള്ളത്, നമുക്ക് വിസിബിലിറ്റിയും കുറവാണ്. അപ്പോൾ ഇനി ഏതായാലും ഇപ്പോൾ കുറച്ച് സമയം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഏകദേശം കോയമ്പത്തൂരിലുള്ള റൂട്ട് നമ്മൾ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് അങ്ങോട്ടുള്ള റൂട്ട് നമ്മൾ സാധാരണ നമ്മളെപ്പോഴും പോകുന്ന റൂട്ടാണ്. അപ്പോൾ അതുവരെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ റിസർവ് ചെയ്ത സീറ്റ് മുന്നിലുള്ളത്, പക്ഷേ ഞാനത് അവിടെ ഇതിൽ വലിയ റിസർവേഷനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇനി വേറെ ആരെങ്കിലും ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സീറ്റ് റിസർവ് ചെയ്തെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറും. അപ്പോൾ ഇവിടെ ഇരിക്കാൻ വിചാരിക്കുന്നു. ഇവിടെ ഈ ഭാഗത്ത് കുറേ STC ബസ്സുകൾ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഇതൊക്കെ കോയമ്പത്തൂർ റൂട്ടിലേക്കൊക്കെ പോകുന്ന ബസ്സുകളാണ് അങ്ങനെ നിൽക്കുന്നത്. എന്തായാലും യാത്ര അടിപൊളി. തിരുവനന്തപുരത്തേക്കാണെന്ന് തോന്നുന്നത് ഇവിടുന്ന് കാര്യമായിട്ട് ബസ്സുകൾ പോകണത്. ഈ ട്രാക്കുകളുണ്ട്, ഓരോന്നും എഴുതി വെച്ചേക്കണം തിരുവനന്തപുരം 3-4 ട്രാക്ക് തിരുവനന്തപുരം. അവിടുന്ന് പിന്നെ ഒരു 4 ട്രാക്ക് തിരുനെൽവേലി. അങ്ങനെയാണ്. ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ആളുണ്ട് കേട്ടോ, തിരക്കുള്ള സ്ഥലമാണ്. കോയമ്പത്തൂർ സേലം പോകുമാന്ന് ചോദിക്കുന്നു. സേലം പോകില്ല. കാഴ്ച ഉണ്ടോ? ഒരു പാറൻ്റെ മുകളിലൊരു ക്ഷേത്രം, കുട്ടികളൊക്കെ കളിക്കണം അവിടെ. കാറ്റാടികളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ അവിടെ ഉണ്ട് കേട്ടോ. നോക്കുന്ന ഭാഗത്തേക്കെല്ലാം കാറ്റാടി പാടങ്ങൾ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല പച്ചപ്പുള്ള സ്ഥലം, മലനിരകൾ, കാറ്റാടിപ്പാടങ്ങൾ. കുറേ എണ്ണം കറങ്ങുന്നുണ്ട്, കുറേ എണ്ണം നിശ്ചലമായി നിൽക്കുന്നുണ്ട്. ഏത് കമ്പനീൻ്റെ ആണോ
ഡാൽമിയ മീഡിയം സൈസാണ്, വലിയ സൈസുള്ളതല്ല. ഈ പൊള്ളാച്ചി ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ വലിയ സൈസുള്ളത് കാണാം. ഇത് അത്രയും വലിപ്പമല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. നമ്മൾ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലേക്ക് പ്രവേശിച്ചു. തിരുനെൽവേലി ടൗണിലേക്ക് എത്താൻ ഇനിയും ഒരു 60 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്യണം. നമ്മൾ ജസ്റ്റ് നാഗർകോവിലിൽ നിന്ന് വിട്ടു തിരുനെൽവേലിയിലേക്ക് പ്രവേശിച്ചു. சரி நான் சொல்கிறேன். അങ്ങനെ വൈകുന്നേരം സമയം 6:45 നമ്മൾ തിരുനെൽവേലി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, തിരുനെൽവേലി ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡുകളൊക്കെ ബഡാ ബസ് സ്റ്റാൻഡുകളാണ് കേട്ടോ തമിഴ്നാട്ടിൽ. ഈ SCTC ബസ്സുകളൊക്കെ തനിച്ചൊരു സ്ഥലത്താണെന്ന് തോന്നുന്നു സ്റ്റോപ്പ് ചെയ്യണം. അതിനുള്ളൊരു സെക്ഷൻ അങ്ങോട്ടേക്കാണ് പോയി ബസ് വന്നിട്ടുള്ളത്. ഇവിടെയുള്ള എല്ലാ ലൈനിലും നിൽക്കണം, എല്ലാം SCTC ബസ്സുകളാണ്. ബസ്സിൽ കുറച്ച് ആൾക്കാർ കയറിയവരെല്ലാവരും ഇറങ്ങുകയാണ് ഇവിടെ. ബംഗളൂർ പോണ ബസ്സാണ്. അതാണ് ബംഗളൂർ. சரவணா செல்வரத்னம் யார் இவங்களா? ரைட். இப்போ நம்ம திருநெல்வேலி തന്നെ നമ്മളിപ്പോൾ തിരുനെൽവേലിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. നമുക്കൊരു ഫ്രണ്ടിനെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുള്ളി പല്ലടം തന്നെ പേര് ശക്തിവേൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുള്ളി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അപ്പോൾ തിരുനെൽവേലി ഹൽവ ഭയങ്കര ഫേമസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് കഴിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ ഇപ്പം ഇങ്ങനെ യാത്ര ചെയ്തതിൽ പാസ്സായി പോകല്ലേ, നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അതിൻ്റെ മഹിമകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് പുള്ളി പല്ലടം വരെ ഉണ്ടാവും. രാത്രി ഒരു 1 മണി വരെയൊക്കെ ബസ് 1 മണി വരെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പലയിടത്ത് എത്തുമ്പോൾ മൂപ്പിട്ട് വണ്ടിയില്ല. സുഹൃത്തുക്കളെ, സമയം വൈകുന്നേരം 8:30 കഴിഞ്ഞു. നമ്മൾ വിരുദ്നഗർ എന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചു. വിരുദ്നഗറിൽ പോയിക്കൊണ്ടിരിക്കുന്നു.
ഇപ്പോൾ നമ്മൾ മധുരൻ്റെ അടുത്തെത്തി. ഇവിടെ കണ്ടോ മൊത്തം ഈ ലോങ് ബസ്സുകൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഏതാണ് ഷോപ്പ്, എന്താണ് അവിടെ കഴിക്കാണ്ടാവുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ കഴിയില്ല. ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം ലോങ് സർവീസ് ബസ്സുകളാണ്. എന്തായാലും പോയി നോക്കാം. ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വണ്ടി വീണ്ടും പുറപ്പെട്ടു. ഇനി മധുരൈ അവിടെയാണ് ഇനി അടുത്ത സ്റ്റോപ്പ്. നമ്മളിപ്പോൾ ഉള്ളത് വിഴുപ്പുറത്ത് തന്നെയാണ്. വിഴുപ്പുറത്ത് നമ്മൾ വിട്ടിട്ടില്ല. വിഴുപ്പുറത്ത് എത്തിയാൽ ഇവിടെ വലിയൊരു റാംകോ സിമെൻറ്റ് ഉൽപ്പാദനം ചെയ്യുന്ന വലിയൊരു ഫാക്ടറി ഉണ്ട്. റാംകോ സിമെൻറ്റ് ഫാക്ടറി. ആ ഫാക്ടറിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാത്രിയിൽ വെളിച്ചത്തിൽ നല്ല ലൈറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് കാണാം. പടുകൂറ്റൻ ഫാക്ടറിയാണ്. ഇതൊരു വലിയ ഫാക്ടറിയാണ്. അതിൻ്റെ മുമ്പിലുള്ളൊരു ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് ആ ലൈറ്റിങ്ങോട് കൂടി ആ ഫാക്ടറിൻ്റെ നൈറ്റ് വ്യൂ കാണാൻ പറ്റും. അതുപോലെ സമയം 2 മണി. പലയിടത്തെത്തി. നമ്മൾ ഫ്രണ്ട് ഇറങ്ങി. ബ്രോ അതാ കയ്യാൻ. നമ്മൾ ഫ്രണ്ട് ഇറങ്ങി. ഇവിടെ പല്ലടം. സമയം 2 മണിയായി. നല്ല ഉറങ്ങിപ്പോയി. മധുരയൊക്കെ എപ്പോഴോ കഴിഞ്ഞു. ഈ നെക്സ്റ്റ് ഇവിടെ ഒരു 1 മണിക്കൂർ കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കഴിയുമ്പോൾ കോയമ്പത്തൂരെത്തും. സമയം 3 മണി. കോയമ്പത്തൂർ.
അതുപോലെ കൃത്യം രാവിലെ 7:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഗൂഡല്ലൂർ റീച്ചായി. ബസ് അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് കന്യാകുമാരിയിലേക്ക് ഉച്ചയ്ക്ക് 1 മണി 1:30 കഴിയുമ്പോൾ പോവും. ഇത് വീണ്ടും കന്യാകുമാരി ദിവസമുള്ള സർവീസാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.